സമയം 7:30. കോളേജിലേക്ക് പോകാനുള്ള ഓട്ടത്തിലാണ്. രാവിലെ എത്ര നേരത്തെ എണീച്ചാലും ഈ ഓട്ടം അതെനിക്ക് എപ്പോഴും ഉണ്ട്. അധികം ഓടേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും അച്ഛൻ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വന്നു. സമയം 7:30 ആയിന്നുണ്ടെങ്കിൽ കൂടെ നല്ല തണുപ്പാട്ടോ. ചെറിയ രീതിക്ക് മഞ്ഞൊക്കെ ഉണ്ട്. ഞാൻ വല്ല വെള്ളത്തിൽ വീണ കോഴിനെ പോലെ തണുത്തിട്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പറയണതെല്ലാം കേട്ട ഭാവത്തിൽ ഞാനും. പിന്നെ അച്ഛനെ ബായി പറഞ്ഞ് കോളേജ് ബസ് കയറി. ഇനി പറയണ്ടല്ലോ, നീണ്ട 1.5 മണിക്കൂറിന് ശേഷം കോളേജ് എത്തി. ചായ അല്ലെങ്കിൽ കോഫി എപ്പോഴും ക്യാൻറ്റീനിൽ നിന്ന് കുടിക്കും. കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷൻ വരാൻ പോവുക. ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്, അതിനായിട്ട് ഓടി എഴുതുക അവള്. കോളേജ് ബസ്സിലെ എല്ലാ സീറ്റുകളിലും ഇതുപോലെ ബാഗോ അല്ലെങ്കിൽ ബുക്കോ ഉണ്ടാവും. ദാറ്റ് മീൻസ് ദീസ് സീറ്റ്സ് ആർ പ്രീ ബുക്ക്ഡ്. വേറെ ബസ്സുകളിൽ ഓൺലൈൻ വഴി സീറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ കോളേജ് ബസ്സിൽ ഇതുപോലെ ബാഗ് വെച്ചിട്ട് ഓഫ്ലൈൻ ആയിട്ട് സീറ്റ് ബുക്ക് ചെയ്യും. സീറ്റ് കവിഞ്ഞ് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ടാട്ടോ പിള്ളേർ ഇതുപോലെ ബാഗ് വെച്ച് സീറ്റ് പിടിക്കുന്നത്. 3:30 കോളേജ് വിട്ട് ഇനിയും 1.5 മണിക്കൂർ ട്രാവലിംഗ്. കോളേജിൽ നിന്ന് എൻ്റെ സ്റ്റോപ്പ് വരെ ഏകദേശം ഒരു 4-5 സിഗ്നൽസ് ഉണ്ട്. അതിലെല്ലാം നിന്ന് വരുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂറിനുള്ളിൽ എത്തും. ബസ് ഇറങ്ങി ഒരു ഫ്രൂട്ടപ്പും ഒരു ഫാന്റാസ്റ്റിക്കും കഴിച്ച് പിന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ച് വീട്ടിലോട്ട് വരുന്ന വഴി ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒരു 10-20 കുരങ്ങന്മാരെങ്കിലും ഉണ്ടാവും. തേങ്ങ, അടയ്ക്ക, പശുവിൻ്റെ കാടിവെള്ളത്തിൽ ചോറ്, ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം ഭക്ഷണം. ഇതെല്ലാം നോക്കി നടക്കുമ്പോഴത്തേനും വീടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവനെ നല്ല രീതിക്ക് മൈൻഡ് ചെയ്യണം. ഇനി അഥവാ മൈൻഡ് ചെയ്തില്ലെങ്കിലോ ആകെ ബഹളം ഉണ്ടാക്കി വീട് 2 വെക്കും. ഗേൾസ് എല്ലാവരും കണ്ണു പൊത്തിക്കോ, കാരണം ഒരു അവിവാഹിതനായവൻ്റെ മൂത്രം ഒഴിക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടത്. വർക്കിംഗ് ഡേയ്സിൽ അമ്മൂമ്മ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ഭൂമിയാണെങ്കിലോ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ വിട്ടാൽ റോട്ടിലോട്ട് ഓടും. അതുകൊണ്ടാണ് ഞാൻ വരുന്നത് വരെ അവനെ കെട്ടിയിരുന്നത്. കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സ് കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ അത് കൈയോടെ കഴുകിക്കണം. അല്ലാതെ സിങ്കിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അമ്മ കഴുകാനൊന്നും പോണില്ല. അവനവും കഴിച്ച പ്ലേറ്റ് അവനവും കഴുകുക. അതാണ് എൻ്റെ അമ്മൻ്റെ റൂൾ. ഇന്ന് അടുപ്പിൽ ചായ വെക്കുന്നത് വെറൈറ്റിക്ക് വേണ്ടിയല്ല കേട്ടോ. ചായ വെക്കാൻ നോക്കുമ്പോൾ ഗ്യാസ് തീർന്നു. പിന്നെ അടുപ്പ് തന്നെ ശരണം. അടുപ്പിൽ ഒരു സാധനങ്ങൾ വെക്കാനും എനിക്ക് മടിയൊന്നുമില്ല. ഒന്ന് പറയുകയാണെങ്കിൽ ഗ്യാസിനേക്കാളും എളുപ്പം എനിക്ക് അടുപ്പാണ്. മുന്നു പറഞ്ഞ പോലെ അടുപ്പിലൊരു ചൂടുവെള്ളം വെച്ച് കുടിച്ചാൽ വരെ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോഴത്തേക്കിനും പിന്നെ എൻ്റെ ചായയായി. ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് അച്ഛൻ പൊക്കോട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാവാ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേനും അവന് ഭയങ്കര ഗമ. എന്നാൽ പിന്നെ ഞാൻ തന്നെ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതി. ഭൂമി വീഡിയോ വൈൻഡപ്പ് ചെയ്യാനില്ല ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.